അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? ന്യൂ ജനറേഷൻ അല്ലേ ഇപ്പൊ നമുക്ക് എന്തായാലും അറിയാം മക്കളെ. മഹാത്മാഗാന്ധി അല്ല, സുഭാഷ് ചന്ദ്രബോസ്. കുമാരനാശൻ. അണ്ണ എന്തായിരുന്നു പറയുന്നത്? നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കടക്കാവൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ഒലിന ഫാഷൻസ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒലിന ഫാഷൻസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കടക്കാവൂർ തെക്കും ഭാഗത്താണ്. ഓണമൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വ്യാപാരങ്ങളൊക്കെ, അതുപോലെ തന്നെ ആഘോഷങ്ങളും? ഒരു പരുവത്തിലെങ്കിലും പോകുന്നു. ഓടമൊന്നും നമുക്കിവിടെ വലിയ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട്. കടക്കാവൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ഒലിന ഫാഷൻസ് നൽകുന്ന സമ്മാനമാണ്. ഈ ട്രെൻഡി ഫാഷൻസിൻ്റെ വലിയ ശേഖരമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നമ്മൾക്കും ആവശ്യമായിട്ടുള്ള മറ്റ് വസ്ത്രങ്ങളെല്ലാം വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒലിന ഫാഷൻസ്. അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: അരയ സമാജം സ്ഥാപിച്ചത് ആര്? ഒലിന ഫാഷൻസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഓണാഘോഷമൊക്കെ എവിടം വരെ എത്തിയണം? പടിപ്പുരവാതിലെത്തി. ഇനി പർച്ചേസിങ്ങിൻ്റെ ഒക്കെ സമയമാണ്. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, എല്ലാം അല്ലേ, നമുക്ക് എടുക്കണം അല്ലേ. അപ്പോൾ അതിനെല്ലാം പറ്റിയ ഒരു ഫാഷൻസ് ആണ് ഒലിന ഫാഷൻസ്. കടക്കാവൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റംസ് ആയിട്ടുള്ള ബാഗി ജീൻസ് എല്ലാം 350 രൂപ മുതലാണ്. അതുപോലെ തന്നെ ഷർട്ടിന് 250 രൂപ മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ മറ്റുള്ള കടകളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇരട്ടിയാണ് അതിലേക്ക് വില. പക്ഷേ അല്ലല്ല, നമ്മൾ റെയിൽവേ സ്റ്റേഷന് സമീപം മറ്റ് സാധനങ്ങൾക്കെല്ലാം വിലക്കുറവാണ്. ഒരു ജനകീയ വസ്ത്രാലയമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: അരയ സമാജം സ്ഥാപിച്ചത് ആര്? കുമാരനാശൻ. അണ്ണ എന്തായിരുന്നു പറയുന്നത്? കുമാരനാശാനല്ല, മറ്റൊരാളാണ്. ഇവിടെ എന്തായാലും നമ്മളെ ചേച്ചിമാരാരെങ്കിലും പറയുമോ നോക്കട്ടെ. അപ്പുറത്ത് ഓണം ഇനി അടുത്തെത്തി. പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിയ വസ്ത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് ഓണക്കോടികളൊക്കെ എടുക്കണ്ടേ? എവിടെ നിന്നാണ്? ഇനി പല സ്ഥലങ്ങൾ നോക്കണമല്ലേ. അപ്പോൾ ഞാൻ ഒരു സ്ഥലം പറഞ്ഞുതരാം. കടക്കാവൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഒലിന ഫാഷൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. മികച്ച കളക്ഷൻസാണ് അവിടെ ഉള്ളത്. അവർ നൽകുന്ന മനോഹരമായൊരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദിക്കട്ടെ? അറിയാമെങ്കിൽ പറയാം. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? ന്യൂ ജനറേഷൻ അല്ലേ ഇപ്പൊ നമുക്ക് എന്തായാലും അറിയാം മക്കളെ. മഹാത്മാഗാന്ധി അല്ല, പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. അരയ സമാജം സ്ഥാപിച്ചത് അദ്ദേഹം INA സ്ഥാപിച്ചത്. ഞങ്ങളുടെ കൈവശമുള്ള ഈ ഒരു സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം. അറിയാമെങ്കിൽ പറയാം. ഓക്കെ. ചോദ്യം ഇതാണ്: അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? അറിയില്ല. അപ്പോൾ ഒലിന ഫാഷൻസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. നേരത്തെ നമ്മളൊരു പരിപാടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലേ? പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനം കിട്ടിയായിരുന്നോ? ഫ്രണ്ടിന് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: അരയ സമാജം സ്ഥാപിച്ചത് ആര്? നമ്മളൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് കേരളത്തിൽ ജീവിച്ചിരുന്ന. ആര്യ സമാജം സ്ഥാപിച്ചാരെന്നറിയാം? അത് പറഞ്ഞു. അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അരയ സമാജം സ്ഥാപിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവല്ല, സ്വാമി വിവേകാനന്ദനല്ല. ഇനി എന്തായാലും മോളായിട്ട് വിഷമിപ്പിക്കുന്നില്ല. അരയ സമാജം സ്ഥാപിച്ചത്
പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. അദ്ദേഹം ഒരുപാട് സാധുജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് സമ്മാനം നേടാം. അപ്പോൾ കഴിഞ്ഞ വർഷം കൂട്ടുകാരിക്ക് കിട്ടിയില്ലേ? കൂട്ടുകാരി ഹാപ്പിയല്ലേ? കൂട്ടുകാരിയെ കാണുന്നില്ലേ? ആതിരല്ലേ? അഭിരാമി. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.